ദക്ഷിണേഷ്യയിലെ നാവിക യുദ്ധത്തെ മാറ്റിമറിക്കുന്ന ഒരു അപൂർവ നേട്ടത്തിലേക്കാണ് ഇന്ത്യ കുതിക്കുന്നത്. നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡ് അതിൽ ആൻറ്റി ഷിപ്പ് മെറൈൻ മിസൈൽസിനെയാണ് ഇന്ത്യ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു ഹൈപ്പർസോണിക് ആൻറ്റി ഷിപ്പ് മിസൈൽസ്. അപ്പം ഇത്തരത്തിലുള്ള 10ഓളം വരുന്ന ഹൈപ്പർസോണിക് മിസൈൽസ് ഇന്ത്യ നിർമ്മിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഇതെങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു നാവിക യുദ്ധത്തെ മാറ്റി തീർക്കാൻ വേണ്ടി പോകുന്നത്? ഈ കഴിഞ്ഞ ദിവസം ജർമ്മൻ പ്രതിരോധ വിദഗ്ധനായ തോമസ് ന്യൂഡിക് അദ്ദേഹം ഒരു ലേഖനത്തിൽ ഒരു കാര്യം വ്യക്തമാക്കി. അതായത് ഇന്ത്യ നിരവധി ഹൈപ്പർസോണിക് മിസൈലുകൾ ഒരേ സമയം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യയുടെ മൊത്തത്തിലുള്ള യുദ്ധതന്ത്രം വലിയ വ്യത്യാസങ്ങൾ ഈ കഴിഞ്ഞ 2-3 കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങൾക്ക് വലിയ വ്യത്യാസം ഉണ്ടായെന്നും ഇനി വരുന്ന ദിവസങ്ങളിൽ ഹൈപ്പർസോണിക് മിസൈലുകളുടെ ഒരു പരമ്പര തന്നെ ഇന്ത്യ വികസിപ്പിക്കുമെന്നും സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനം അന്താരാഷ്ട്ര പ്രതിരോധ മാസികകളിലൊക്കെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇന്നലെ DRDOയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ആ വാർത്ത സ്ഥിരീകരിച്ചു. അതായത് അദ്ദേഹം പറഞ്ഞു, ഇക്കാലം അത്രയും അത് ഒരു ഹൈലി ക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ആയിരുന്നു, പക്ഷെ അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പരീക്ഷണങ്ങൾ പലതും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് കാരണം അത് സർക്കാർ തന്നെ പുറത്ത് വിട്ടതാണ്. മാത്രവുമല്ല, അദ്ദേഹം കുറച്ചുകൂടെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു. ഏതാണ്ട് 12 പുതിയ ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 12 മിസൈലുകൾ ലാൻഡ് ടു ലാൻഡ് ഉണ്ട്, അതായത് കരയിൽ നിന്നും കരയിലേക്കുള്ളതുണ്ട്, കരയിൽ നിന്നും കടലിലേക്ക് അയക്കുന്ന മിസൈലുകളുണ്ട്, എയർ ടു ലാൻഡ് മിസൈലുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള, അതായത് BVR മിസൈലുകൾ ഉൾപ്പെടെയുള്ള പല തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ അതിൻ്റെ ഒരു പരമ്പര ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് വലിയൊരു മേൽക്കൈ നൽകും. ഇക്കാര്യത്തിൽ ഇന്ത്യയും ചൈനയും ലോകത്തിലെ തന്നെ നേതൃത്വത്തിലേക്ക് എത്തുകയാണ് എന്നും തോമസ് ന്യൂഡിക്ക് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ അങ്ങനെ പരീക്ഷണങ്ങളുടെ ഒരു അവസാന ഘട്ടം കഴിഞ്ഞു. ചിലതൊക്കെ യൂസർ ട്രയൽ, അതായത് ഉപയോഗിക്കുന്ന നേവിയുടെ ആകാം, അതല്ലെങ്കിൽ മറ്റ് കരസേനയുടെ ആവാം, റോക്കറ്റ് ഫോഴ്സിൻ്റെ ആവാം. ആ പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലാണ്. അതാണ് ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയുടെ ലോങ് റേഞ്ച് ആൻറ്റി ഷിപ്പ് മിസൈൽ LRASM നമ്മൾ പ്രദർശിപ്പിച്ചത്. ഈ മിസൈലിനെ നമ്മളത് പ്രത്യേകമായിട്ട് തന്നെ ഒരു 7-8 ദിവസം മുമ്പ് നമ്മളത് ചർച്ച ചെയ്തിരുന്നതാണ്. ഈ മിസൈലിന് 1500 കിലോമീറ്റർ റേഞ്ചാണുള്ളത്. അതായത് നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ത്യൻ നേവിയുടെ ഏറ്റവും ശക്തമായ ആയുധം ഈ കഴിഞ്ഞ കുറച്ച് നാൾ വരെ നമ്മുടെ സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലായി. ആ സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈല് ഏതാണ്ട് 300 കിലോമീറ്റർ റേഞ്ചുള്ള ആദ്യത്തെ മിസൈലും പിന്നീട് ബ്രഹ്മോസ് മിസൈൽ ട്വീക്ക് ചെയ്ത് 500 കിലോമീറ്റർ ആക്കിയിട്ടുള്ള, അങ്ങനെ 2 കപ്പൽ വേധ മിസൈലുകൾ, ആൻറ്റി ഷിപ്പ് മിസൈലുകളാണ് നമുക്ക് നമ്മുടെ കൈവശമുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴേ ആ 2 ബ്രഹ്മോസ് മിസൈലുകളും സത്യം പറഞ്ഞാൽ അതിനേക്കാളൊക്കെ വളരെ മികച്ചതാണ് ഇപ്പോൾ നമ്മൾ പ്രദർശിപ്പിച്ച ഈ ആൻറ്റി ഷിപ്പ് ലോങ് റേഞ്ച് ആൻറ്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത്. അതിൻ്റെ റേഞ്ച് 1500 കിലോമീറ്റർ ആണ്. അതായത് ശത്രുവിൻ്റെ ആയുധങ്ങൾ എത്തപ്പെടാൻ പറ്റാത്ത അത്ര ദൂരത്തിൽ നിന്നുകൊണ്ട് ഈ മിസൈൽ വിക്ഷേപിക്കപ്പെടുന്നു. അങ്ങനെ ഈ മിസൈൽ വിക്ഷേപിക്കപ്പെടുമ്പോൾ അതിനെതിരെ ഒരു പ്രത്യാക്രമണം ശത്രുവിന് എളുപ്പമല്ല. കാരണം ഈ മിസൈല് മാക് 10 എന്നുള്ള വേഗതയിൽ തുടങ്ങി അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാക് 5-6 അത് പോകും. അങ്ങനെയുള്ള ഈ മിസൈല് സ്വാഭാവികമായിട്ടും ഒരു കപ്പലിൻ്റെയൊക്കെ അടുത്തെത്തുമ്പോൾ കപ്പലിന് പ്രതിരോധ സംവിധാനം ഒരുക്കാൻ വെറും 5-6 സെക്കൻഡ് മാത്രമായിരിക്കും ലഭിക്കുക. അത് പ്രായോഗികമായിട്ട് ഒരു പ്രതിരോധ സംവിധാനം ഇതിനെതിരെ ഇല്ല എന്ന് തന്നെ പറയാം. ഇത്
സൂപ്പർസോണിക് മിസൈലുകൾക്ക് പോലും ഈ ഒരു അഡ്വാൻറ്റേജ് ഇല്ല. അപ്പോൾ അതായത് ബ്രഹ്മോസിന് പോലും ഇല്ലാത്ത ഒരു മേൽക്കൈയാണ് ഈ ലോങ് റേഞ്ച് ആൻറ്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈലിനുള്ളത്. അത് യുദ്ധമേഖലയെ മാറ്റിമറിക്കുക. അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇനിയും ചെറിയ രാജ്യങ്ങൾ, പാകിസ്ഥാൻ ആകട്ടെ, ശ്രീലങ്ക ആകട്ടെ, ബംഗ്ലാദേശ് ആവട്ടെ, അങ്ങനെയൊക്കെയുള്ള ചെറിയ രാജ്യങ്ങൾക്ക് ഇനി വലിയ ഒരു പ്രസക്തിയൊന്നുമില്ല അവരുടെ ആയുധങ്ങൾക്ക്. കാരണം അവരുടെ ഏത് ആയുധത്തിനെ നശിപ്പിക്കാൻ ഇത്തരം ആയുധങ്ങൾക്ക് കഴിയും. ഇത്തരം ഒരു മിസൈല് ടെക്നോളജി അവർക്ക് ഇപ്പൊ പാകിസ്ഥാന് ഒരിക്കലും ഒരു കാരണവശാലും ചൈന ഇത്തരം ഒരു ഹൈപ്പർസോണിക് മിസൈൽ നൽകുകയോ അതിൻ്റെ ടെക്നോളജി കൊടുക്കുന്നത് പോട്ടെ, അങ്ങനെ ഒരു മിസൈൽ തന്നെ നൽകുകയില്ല. കാരണം ഇത് ലോകത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള ഒരു മിസൈലാണ്. ഇത് അതാത് രാജ്യങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു, അവർ തന്നെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഈ മിസൈല് സ്വാഭാവികമായിട്ടും ഇത്തരം മിസൈലുകൾ നമുക്ക് മറ്റു രാജ്യങ്ങൾക്ക് അതിൻ്റെ ടെക്നോളജി കിട്ടണമെങ്കിൽ ഇനിയും വർഷങ്ങളെടുക്കും. അത്തരം മിസൈലുകളൊന്നും ആ ടെക്നോളജി ഒന്നും ഒരു 2035 വരെയെങ്കിലും ആർക്കും കൈമാറ്റം ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ഒരു വലിയ വ്യത്യാസങ്ങളാണ് ഈ വാർ ഡോക്ട്രൈനിൽ അതുപോലെ നേവൽ വാർഫെയറിൽ വരാൻ പോകുന്നത്. ഈ ഹൈപ്പർസോണിക് മിസൈലുള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിനെതിരെ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാന അസറ്റുകളായിട്ടുള്ള, അതായത് നേവൽ അസറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ഒരു ഡിസ്ട്രോയർ കപ്പലോ ഒരു വിമാനവാഹിനി കപ്പലോ എയർക്രാഫ്റ്റ് ക്യാരിയറോ ഒന്നും തന്നെ പ്രയോജനപ്പെടില്ല. കാരണം ഈ ഒരൊറ്റ ഹൈപ്പർസോണിക് മിസൈൽ മതി ഒരു എയർക്രാഫ്റ്റ്, ഒരു ഡിസ്ട്രോയറിനെ കംപ്ലീറ്റ് ആയിട്ട് തകർക്കാനും ഒരു എയർക്രാഫ്റ്റ് ക്യാരിയറിന് അതീവ മാരകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും ഈ ഒരൊറ്റ ഹൈപ്പർസോണിക് മിസൈലിന് പറ്റും. അതായത് ഇതിലുള്ള വാർഹെഡ് മാത്രമല്ല, വാർഹെഡ് എന്ന് പറയുന്നത് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബോംബുകൾ മാത്രമല്ല, ഇതിൻ്റെ വേഗത തന്നെ ഇതിനെ തന്നെ വലിയൊരു ബോംബാക്കി മാറ്റും. അതായത് ഇത്ര വലിയ വേഗതയിൽ വരുന്ന ഭാരമേറിയ ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ വന്നിടിച്ചാൽ അവിടെ സ്ഫോടനം ഉണ്ടാകും. ആ സ്ഫോടനത്തിൽ ആ വസ്തു പൂർണ്ണമായിട്ട് തകർന്നു. അപ്പോൾ കൈനറ്റിക് കില്ലിംഗ് എന്ന് പറയുന്ന ഒരു വാർ ഡോക്ട്രിനിലേക്ക്, അതായത് ഇത്തരം ഒരു ഹൈപ്പർസോണിക് മിസൈലിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു ആയുധവുമായിട്ട് നിൽക്കുന്ന ഒരു സൈന്യത്തിനെ സ്വാഭാവികമായിട്ടും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ യുദ്ധമേഖലയിലേക്ക് കൊണ്ടുവരികയാണ് ഈ ഹൈപ്പർസോണിക് ടെക്നോളജി. ഇതിന് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ്, നമ്മളിപ്പോൾ ബ്രഹ്മോസിൻ്റെ കാര്യം എടുത്താൽ ബ്രഹ്മോസിൻ്റെ ടെക്നോളജി റഷ്യയാണ് ആദ്യം തന്നത്. നമ്മൾ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരുപാട് വൈറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ റഡാർ ആവട്ടെ, അതായത് അതിൻ്റെ സീക്കറുകളാകട്ടെ, അതിൻ്റെ കൺട്രോളിങ് സിസ്റ്റംസ് ആവട്ടെ, ഇതെല്ലാം തന്നെ ഏവിയോണിക്സും എല്ലാം തന്നെ റഷ്യയുടെ ടെക്നോളജിയും അതുപോലെ ഈ സീക്കറുകൾ ഈ അടുത്ത കാലത്താണ് ഇന്ത്യ ബ്രഹ്മോസിന് സ്വന്തമായിട്ട് സീക്കറുകൾ വികസിപ്പിച്ചത്. അതിനു മുമ്പ് നമ്മളത് റഷ്യയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇന്നത് വളരെ കൃത്യമായിട്ട് മാറിയിട്ടുണ്ട്. ആ അവസ്ഥ ഈ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും നമുക്ക് മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കേണ്ടതില്ല. ടെക്നോളജി പൂർണ്ണമായിട്ടും ഇന്ത്യയിലാണ്. അതിലെ ഘടകങ്ങൾ 90% ഇന്ത്യയിലുള്ളതാണ്. മറ്റ് പല രാജ്യങ്ങളിലും ചെറിയ ഘടകങ്ങളൊക്കെ ഉണ്ടാകും. അതില്ലാതൊന്നും ലോകത്തിൽ അമേരിക്കയ്ക്ക് പോലും F-35 പോലും നിർമ്മിക്കാൻ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഘടകങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് സ്വയം പര്യാപ്തമാവുന്ന ഒരു ഹൈപ്പർസോണിക് യുഗത്തിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മഹാസമുദ്രത്തിന് മേലുള്ള ആധിപത്യം ഈ ഹൈപ്പർസോണിക് മിസൈലുകളുടെ വിന്യാസത്തോടു കൂടി തന്നെ അത് ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം അത് കടലിൽ നിന്നും കരയിലേക്കുള്ളത്, അതുപോലെ കടലിൽ നിന്നും കപ്പലിലേക്കുള്ളത്, സബ്മറൈനിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ പറ്റുന്നത്, എയർ ലോഞ്ചിങ് ചെയ്യാൻ പറ്റുന്നത്, അതായത് വിമാനങ്ങളിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ പറ്റുന്നത്, തുടങ്ങി നിരവധി പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന മിസൈലായിട്ടാണ് ഇത് ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അത്തരം 12 മിസൈലുകൾ പണിപ്പുരയിലാണ്. ഇതിൽ പലതും അതിൻ്റെ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഇനി യൂസർ ട്രയലുകളിലേക്ക് കടക്കുന്ന സ്ഥിതിയിലാണ്. 2 കൊല്ലത്തിനുള്ളിൽ അതെല്ലാം പൂർത്തിയാക്കി അത് ഓപ്പറേഷണലൈസ് ചെയ്യും എന്നാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇന്ത്യ അമേരിക്കയോടും റഷ്യയോടും ചൈനയോടും ഒക്കെ ഒപ്പം
ഒരു ടെക്നോളജി കൈവശപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അത് ഫൈനലൈസ് ചെയ്യുന്നത് ആയുധങ്ങൾ നിർമ്മിച്ച് മറ്റു രാജ്യങ്ങളോട് അതായത് ലോകത്തിലെ വൻ ശക്തികളോടൊപ്പം തന്നെ ഓപ്പറേഷണലാക്കി അത് വിന്യസിക്കുന്നതുമൊക്കെ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഹൈപ്പർസോണിക് യുഗത്തിൽ നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്ത സ്ക്രാംജെറ്റ് എഞ്ചിൻ തീർച്ചയായിട്ടും വലിയ ഒരു വിജയമാണ്. ജെറ്റ് എഞ്ചിനും അതുപോലെ തന്നെ മറ്റ് പല ടെക്നോളജികളും വികസിപ്പിക്കുന്നതിൽ നമ്മൾ ഒരുപാട് പിന്നിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷേ സ്ക്രാംജെറ്റും റാംജെറ്റും എന്ന് പറയുന്ന രണ്ട് തരം ജെറ്റ് എഞ്ചിനുകൾ നമ്മൾ ടർബോ ഫാൻ എഞ്ചിനുകളാണ്. അവ വളരെ കാലികമായ രീതിയിൽ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള മിസൈലുകൾ വികസിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അത് വലിയ അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. തദ്ദേശീയ ടെക്നോളജിയിലൂടെ ലോകോത്തര ആയുധങ്ങൾ നിർമ്മിച്ച് അവ വിന്യസിക്കുന്നു. നമുക്കറിയാം, നമുക്ക് എത്രമാത്രം പുരോഗതി ഉണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര പ്രകൃതി വിഭവങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ കയ്യിൽ ആയുധങ്ങളില്ലെങ്കിൽ നമ്മൾക്ക് ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ചില ആൾക്കാർ ചോദിക്കുമായിരിക്കും, ഇതൊക്കെ ഉണ്ടാക്കുന്ന എന്ത് കാര്യത്തിനാണ്, നമുക്ക് മിനിമം ഡിറ്ററൻസ് പോരെ, അവർക്ക് കണ്ടുപഠിക്കേണ്ടതാണ് ഇന്നത്തെ വെനിസ്വേലയുടെ അവസ്ഥ. അതായത് അവരുടെ കൈവശം ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ റിസർവ് ഉള്ള ഒരു രാജ്യത്തിന് ഒരു കാരണവശാലും അതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല. അതുപോലും അമേരിക്ക ഏറ്റെടുത്തിരിക്കുകയാണ്. നേരെ മറിച്ച് ആയുധശേഷിയിൽ ഒട്ടും പിറകിലല്ലായിരുന്നെങ്കിൽ, അണ്വായുധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വെനിസ്വേലയെ ഇങ്ങനെ അമേരിക്ക ആക്രമിക്കും? ഒരിക്കലും ആക്രമിക്കില്ല. ലോകത്തിന് തന്നെ വലിയൊരു പാഠമാണ് നൽകുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിലുള്ള വലിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഈ ബഡ്ജറ്റിൽ വരുന്നതെന്ന് വാർത്തകളുണ്ട്. നമുക്കത് പ്രതീക്ഷിക്കാം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം.